ശരിയായിരുന്നു നോക്കട്ടെ. ഞാൻ അല്ല വിട്ടേ, നോക്കട്ടെ. ഞാൻ വിളിച്ചിട്ടില്ല. നീ സാരി നല്ല വൃത്തിക്ക് തേച്ച് വെച്ചില്ല, കണ്ടോ? ഇപ്പൊ എന്റെ കുറ്റം. ഇതത്തട എങ്ങനെ ഇരിക്കണേ? ഈ ബ്ലൗസ് ഇങ്ങനെ ആക്കുമ്പോ ഉള്ള പ്രശ്നം എന്റെ കറക്റ്റ് കുത്താൻ ഒരു സ്ഥലമില്ല. ഇങ്ങോട്ടൊരു പാലം പണിതാലോ? അല്ല, ആ ബ്ലൗസ് ഇങ്ങനെ അങ്ങോട്ട് കുത്തി, ഇവിടെ കുത്തണം. ഇങ്ങനെ കൊടുത്തോ, പിന്നെ ഇങ്ങനെ എടുത്തോ? അങ്ങനെ എടുക്കണ്ട, ചുമ്മാ ജസ്റ്റ് ഇവിടെ കുത്ത്. ഇങ്ങനെയാണ് അത് വരണ്ടേ. അല്ലടോ, ഞാൻ കൊടുക്കട്ടെ. പുല്ല് പണ്ടേ എനിക്ക് ഇവളുടെ അത്രയും വണ്ണാട്ടം ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം എല്ലാരും പറഞ്ഞു എനിക്ക് എന്താണ്ട് അസുഖമാണ്. ഇന്ന് ഞാൻ വീട് ക്ലീൻ ചെയ്ത ദിവസാ. താഴെ മൊത്തം ഞാൻ അടിച്ചു തൂത്തു വാരി പൊടിയൊക്കെ തട്ടി. നിന്റെ ഈ പ്രായത്തിലൊക്കെ ഞാൻ ജിൽന്ന് 5 മിനിറ്റ് കൊണ്ട് സാരി കൊടുത്ത് എന്റെ പണിക്ക് പോകാതെ, മനസ്സിലായോ? ഇത് 1.5 മണിക്കൂറായി ഒരു സാരിയും വെച്ചോണ്ടിരിക്കുക തുടങ്ങിയിട്ട്. പട്ട് സാരി കൊടുത്താണ് പണിക്ക് പോയിക്കൊണ്ടിരുന്നത്. തള്ളാണ്. ഇത് കാഞ്ചീപുരാണെന്ന് പറഞ്ഞ് വാങ്ങിപ്പിച്ചതാണ്. പക്ഷെ ഇത് കാഞ്ചീപുരം അല്ലാതെ സെമി സിൽക്കാണ്, പോളിസ്റ്റർ സിൽക്കാണ്. എന്നെ പറ്റിച്ചു, ജയലക്ഷ്മി എന്നെ പറ്റിച്ചു. ഒന്നിങ്ങോട്ട് തിരിയുമോ? ചാച്ചിയുടെ പിൻഭാഗം കണ്ടി അങ്ങ് മടുത്തു. എങ്ങനെയുണ്ട്, കൊള്ളാമോ? എന്റെ ബ്ലൗസിന്റെ കൈ കാണണേ. മതി, ഇങ്ങോട്ട് തിരിഞ്ഞ എന്റെ ബ്ലൗസ് ഒന്നുകൂടെ കാണിക്കട്ടെ ഞാൻ എന്റെ പ്രേക്ഷകരെ. എന്ത് കാണിക്കണെന്ന്? അന്ന് ഞാൻ സ്ലീവ്ലെസ് തയ്ക്കാൻ പറഞ്ഞപ്പോ എന്റെ ടൈലർ ചേട്ടൻ എന്നോട് പറഞ്ഞു, മോളെ കൈ ഇത്രയും മെലിഞ്ഞിരിക്കുകയല്ലേ, ഒരു ഭംഗിയും ഉണ്ടാവില്ല, അപ്പൊ കൈ കാണിക്കാതിരിക്കുന്നല്ലേ. പിന്നെ കൈ മെലിഞ്ഞിരിക്കണവർക്ക് നീളം കൂടുതലുള്ള കൈ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൈപ്പിനകത്ത് കുഴലിട്ട പോലെ ഇരിക്കണ്ടാവും. അന്ന് പക്ഷെ കൈ വെച്ചിട്ടും കുഴല് മാതിരി ഉണ്ടായിരുന്നു, കൈ ഇല്ലാണ്ടും കുഴല് പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് കൈക്ക് കുറച്ച് വണ്ണമൊക്കെ വെച്ചു ജിമ്മിലൊക്കെ പോയിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു പഴയ ബ്ലൗസിന്റെ ഫോട്ടോ ആഡ് ചെയ്യാട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ബ്ലൗസ് ഇങ്ങനെ ആക്കാട്ടോ. ഇനി ഞാൻ എന്റെ സാധാരണ ബ്ലൗസ് പ്രിൻസസ് കട്ടാക്കാൻ എന്റെ സ്ലീവ് ഉള്ള ബ്ലൗസ് പഫ് ഉള്ള ബ്ലൗസ് ആക്കി തരും. സ്ലീവ് ഉള്ള ബ്ലൗസ് ആക്കി തരാം.